ഇപ്പോൾ നാം ഇഹലോകത്ത് ജീവിക്കുന്നു. ഇഹലോകം കഴിഞ്ഞാൽ ഇഹലോകവാസം വെടിഞ്ഞു എന്ന് പറയാറില്ലേ? അതിനാണ് മരണം എന്ന് പറയുന്നത്. മരിക്കുമ്പോൾ ഇഹലോകവാസം വെടിയുകയാണ്. ആ മരണത്തോടുകൂടി പിന്നീട് പരലോകം തുടങ്ങുന്നില്ല. പരലോകം എന്ന് പറയുന്നത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ എല്ലാ മരിച്ചുപോയ മനുഷ്യരും മൃഗങ്ങളും ജിന്നുകളും മലക്കുകളും എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നൊരു ദിവസമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ 21-ാം നൂറ്റാണ്ട് കണ്ടിട്ടുള്ള ഏറ്റവും ഒരു ബുദ്ധിമാനുണ്ട്. അദ്ദേഹത്തെക്കാൾ വലിയൊരു ബുദ്ധിജീവി ഈ നൂറ്റാണ്ടിൽ പിറന്നിട്ടില്ല എന്നാണല്ലോ സയൻസ് പറയുന്നത്, ലോകം പറയുന്നത്. ഈ 2019 അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത്. ആരായിരുന്നു? സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിൻസ്. എഴുന്നേൽക്കിടന്ന കിടത്തത്തിൽ നിന്ന് അനങ്ങാൻ കഴിയാതെ, എഴുന്നേൽക്കാൻ കഴിയാതെ ഒരേ കിടത്തം കിടന്നിരുന്ന സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിൻസ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാണ്, ഏറ്റവും വലിയ ജീനിയസാണ്. അതുപോലത്തെ ഒരു ബുദ്ധിമാൻ പിന്നെ ഈ നൂറ്റാണ്ടിൽ പിറന്നിട്ടില്ല എന്നാണ് ലോകം വിശ്വസിക്കുന്നത്, ലോകത്ത് പറയപ്പെടുന്നത്. ഈ ഡബ്ല്യു ഹോക്കിൻസ് ലോകത്തോടൊരു കാര്യം പറഞ്ഞിരുന്നു. ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ ഈ ഭൂമി ഉണ്ടാവുകയില്ല, ഈ ഭൂമിയുടെ രൂപം ഇതാവുകയില്ല, നക്ഷത്രങ്ങൾ ഉണ്ടാവുകയില്ല, സൂര്യൻ ഉണ്ടാവുകയില്ല, ഈ പ്രപഞ്ചം തകർന്ന് തരിപ്പണമായി മറ്റൊരു ലോകമായി തീരും എന്ന് ലോകത്തോട് പറഞ്ഞതാരാ? ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനാണ്. അല്ലാഹ് ആകാശങ്ങളും നക്ഷത്രങ്ങളും ഗോളങ്ങളും സൂര്യനും എല്ലാം തകർന്ന് ഈ ഭൂമി വിശാലമായിരിക്കുന്ന ഒരു മൈതാനമാകും. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർള ബാരിസതൻ. ഓ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളെ, ഈ ഭൂമിയിൽ എവിടെയും കുന്നുകൾ ഉണ്ടാവില്ല, കുഴികൾ ഉണ്ടാവില്ല, റോഡുകൾ ഉണ്ടാവില്ല, തോടുകൾ ഉണ്ടാവില്ല, ബിൽഡിങ്ങുകൾ ഉണ്ടാവില്ല, ഒരടയാളവും ഉണ്ടാവില്ല. ഈ ഭൂമി വിശാലമായിരിക്കുന്ന ഒരു മൈതാനം പോലെ. ഫതറാ സഫ്സഫൻ കാഅൻ സഫ്സഫൻ ലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ ഫയദറുഹാ. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒന്നാമത്തെ ഊത്തോടുകൂടി ഈ ഭൂമിയാകും സഫ്സഫൻ, ഒരു മരുഭൂമിയെ പോലെയാകും. കാഅൻ വിശാലമായ പ്രതലമായിട്ട്, ലാ തറാ ഫീഹാ ഇവജൻ വലാ അംതാ, എവിടെയും കുന്നുകളോ കുഴികളോ കാണുകയില്ല, റോഡുകളോ തോടുകളോ പുഴകളോ കാണുകയില്ല. അങ്ങനത്തെ ഒരു ഭൂമിയായി നിൽക്കുമ്പോൾ അല്ലാഹ് മനുഷ്യരില്ല, ജിന്നുകളില്ല, മൃഗങ്ങളില്ല, ഇഴജന്തുക്കളില്ല, മലക്കുകളില്ല, ബാക്ടീരിയകളില്ല, വൈറസുകളില്ല, ഒന്നുമില്ല. ഒരു സ്ഥലവും തിരിച്ചറിയില്ല. അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം മഹാനരായ അസ്വാദിഖുൽ മസ്തൂഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 4 മലക്കുകൾ വന്നു എഴുന്നേൽപ്പിച്ച്, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇന്ന് കാണുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ട് മുൻപിൽ ഒരു പാറയുണ്ട്.
ആ പാറക്ക് മുകളിൽ ഒരു കസേരയിൽ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയിട്ടിരുത്തും. ആ കസേരയുടെ പുറകിൽ നിന്നുകൊണ്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമതൊരു അനൗൺസ്മെന്റ് ചെയ്യും. യാ അയ്യതുൽ ഇളാമുൽ ബാലിയ വൽലുഹൂമുൽ മുതമസ്സിഖ വശുഊറുൽ മുതഫരിഖ ഇജ്മഊ ലിഫസ്ലിൽ ഖളാ. എവിടെയെല്ലാം മനുഷ്യന്റെ ശരീരം ദ്രവിച്ച് മണ്ണോട് ചേർന്ന് കിടക്കുന്നുണ്ട്, നുരുമ്പിപ്പോയ എല്ലുകളുണ്ട്, വിട്ടുപിരിഞ്ഞ അവയവങ്ങളുണ്ട്, വിട്ടുപിരിഞ്ഞ രോമങ്ങളുണ്ട്, കത്തിക്കരിഞ്ഞ ശരീരത്തിന്റെ ഭാഗങ്ങളുണ്ട്, എഴുന്നേറ്റോളൂ എഴുന്നേറ്റോളൂ എന്ന് വിളിച്ചു പറയുമ്പോൾ മനുഷ്യൻ ഭൂമിയിൽ കുഴിച്ചിടുന്ന പാവക്കയുടെ കുരു മുളക്കുന്നത് പോലെ, പുളിങ്ങാക്കുരു മുളക്കുന്നത് പോലെ, പയറ്റിന്റെ കുരു മുളക്കുന്നത് പോലെ മനുഷ്യന്മാര് മുഴുവനും മുളച്ചു വരുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തിന്റെ പേരാണ് യൗമുൽ ബഅ്സി വന്നുശൂർ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം. ആ ദിവസം മുതൽക്കാണ് പരലോകം തുടങ്ങുന്നത്. മരിക്കുന്നത് വരെയാണ് ഇഹലോകം എന്ന് പറയുന്നത്. ഈ രണ്ട് ലോകത്തിന് ഇടയ്ക്കുള്ള ലോകത്തിനാണ് ബർസഖ് എന്ന് പറയുന്നത്. മരിച്ചത് മുതൽക്ക് ഉയർത്തെഴുന്നേൽപ്പ് വരേക്കുമുള്ള നാളുകൾ, വർഷങ്ങൾ, ആ കാലയളവിനാണ് ബർസഖി ലോകം എന്ന് പറയുന്നത്. ഇനി നിങ്ങളോട് ഞാൻ പറയട്ടെ, 1,23,996 അമ്പിയാക്കളും ഇന്ന് ബർസഖി ലോകത്താണ് ഉള്ളത്. അല്ലാഹുവിന്റെ റസൂൽ ബർസഖി ലോകത്താണ് ഉള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ലക്ഷക്കണക്കിന് സ്വഹാബികള് ബർസഖി ലോകത്താണ് ഉള്ളത്. അതേ മദ്ഹബിന്റെ ഇമാമുകള് അൽ അഖ്താബുൽ അർബഅ, 4 അഖ്താബുകള് തുടങ്ങി ഞാനും നിങ്ങളും കേട്ടു പരിചയമുള്ള എത്രയെത്ര ഔലിയാക്കള്, അവരൊക്കെ ഇപ്പോൾ ഉള്ളത് ബർസഖി ലോകത്താണ്. മഹാനായ താജുൽ ഉലമയുള്ളത് ബർസഖി ലോകത്താണ്. മഹാനായ എം.എ. ഉസ്താദ് ബർസഖി ലോകത്താണ്. ഇങ്ങനെ അല്ലാഹ് ശൈഖ് സി.എം. വലിയുല്ലാഹി നവ്വറല്ലാഹു മർഖദ, അവിടുന്ന് ബർസഖി ലോകത്താണ്. അല്ലാഹുവിന്റെ അമ്പിയാക്കളെ കൂട്ടത്തിൽ 4 പ്രവാചകന്മാരൊഴിച്ച് മഹാനായ ഈസ നബി അലൈഹിസ്സലാം ആകാശത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇദ്രീസ് നബി അലൈഹിസ്സലാം ആകാശത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. ബല്യബ്നു മൽക്കാൻ അൽ ഖദിർ അലൈഹിസ്സലാം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇല്യാസ് നബി അലൈഹിസ്സലാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇതല്ലാത്ത അമ്പിയാക്കളൊക്കെയും ബർസഖി ലോകത്താണ്. ഈ ബർസഖി ലോകത്തുള്ളവരാണ് നമ്മിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവർ മുഴുവനും, നമ്മുടെ പിതാമഹന്മാര് മുഴുവനും, നമ്മുടെ ഉസ്താദുമാര് മുഴുവനും, മശായിഖുമാര് മുഴുവനും, അഇമ്മത്ത് മുഴുവനും ആ ബർസഖി ലോകത്ത് അവരിതാ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ചിന്തിക്കാറില്ല. അവരിപ്പോൾ എന്തെടുക്കുന്നു എന്ന് ചിന്തിക്കാറില്ല. അവരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാറില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ആരും ആലോചിക്കാറില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് അസ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ജീവിക്കുന്നത് പോലെ, ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏത് പ്രകാരമാണോ തങ്ങൾ ജീവിച്ചിരുന്നത് അതേ രൂപത്തിൽ ജീവിക്കുന്നുണ്ട് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുത്തെ ബർസഖി ലോകത്ത് മാമിൻ മുസല്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വഖദ റദ്ദല്ലാഹു റൂഹി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആര് എനിക്ക് സലാം പറഞ്ഞാലും ആ സമയത്തു തന്നെ എനിക്ക് ആ സലാം എത്തിക്കപ്പെടുകയും അല്ലാഹു തആല ആ സലാം മടക്കാൻ വേണ്ടി എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ റൂഹിനെ തിരിച്ചു തരുമെന്നും തിരിച്ചു തന്നിട്ടുണ്ടെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലായ്പ്പോഴും തങ്ങൾക്ക് സലാം പറയുന്നു. കോടിക്കണക്കിന് ആളുകൾ എപ്പോഴും തങ്ങൾക്ക് സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴൊക്കെയും അല്ലാഹുവിന്റെ റസൂൽ സലാം മടക്കുന്നു. ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പോൾ ഖബറിൽ വെച്ചുകൊണ്ട്, ബർസഖി ലോകത്ത് വെച്ചുകൊണ്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പറയലാണ് എൻ്റെ ലക്ഷ്യം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്താണ് ബർസഖി ലോകത്ത് ഡ്യൂട്ടി ഉള്ളത്? മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2000 കൊല്ലം മുമ്പ് ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. ബർസഖി ലോകത്തേക്ക് യാത്ര പോയിട്ടുണ്ട്. ബർസഖി ലോകത്ത് ജീവിച്ചിരിക്കുന്ന മൂസ നബി അലൈഹിസ്സലാം ഖബറിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സഹീഹുൽ ബുഖാരിയിലുണ്ട്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബർസഖി ലോകത്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മഹാനായ ഇബ്നുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് ഫത്താവൽ കുബ്രയിൽ ഈ ചോദ്യം ഒരാൾ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഇപ്പോൾ ബർസഖി ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തങ്ങൾക്കുള്ള ഡ്യൂട്ടി എന്താണ്? വെറുതെ ഇരിക്കുകയാണോ? അല്ല അല്ല, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബർസഖി ലോകത്ത് 2 ഡ്യൂട്ടികളാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. മരിച്ചതിന് ശേഷം മറ്റൊരു ബർസഖി ലോകമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ. ആ ലോകത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2 കാര്യങ്ങളാ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദ്ഹ് പറയുമ്പോ, തങ്ങളെ പറ്റി മദ്ഹ് പാടുമ്പോ, തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോ, തങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോ, തങ്ങളെ മേൽ കൂട്ടമായിട്ടും അല്ലാതെയും സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ സ്വലാത്തിന്റെ മജ്ലിസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് ഹാദിറാകുന്നു. എവിടെയെല്ലാം തങ്ങളെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്, തങ്ങളെ പ്രകീർത്തിക്കപ്പെടുന്നുണ്ട്, തങ്ങളെ കുറിച്ച് മദ്ഹുകൾ പാടുന്നുണ്ട്, എവിടെയെല്ലാം തങ്ങൾക്ക് സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്, തങ്ങൾക്ക് സ്വലാത്തു ചൊല്ലണമെന്ന് പ്രേരിപ്പിക്കുന്ന മജ്ലിസുകളുണ്ട്, അതിനുവേണ്ടി എവിടെയൊക്കെ ഒരുമിച്ച് കൂടുന്നുണ്ട്, ആ സദസ്സുകളിലെല്ലാം ഹബീബായ മുത്തുനബിയുടെ ആത്മാവ് ഹാജരാകുന്നുണ്ട്. തങ്ങൾ ഹാജറില്ലാത്ത, തങ്ങളുടെ സാന്നിധ്യമില്ലാത്ത, തങ്ങൾ കാണാത്ത, തങ്ങളറിയാത്ത ഒരു സ്വലാത്തിന്റെ മജ്ലിസുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വലാത്തിന്റെ മജ്ലിസിൽ വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുക്കുന്ന ആ സദസ്സിൽ അല്പം പോയിരിക്കുക എന്നാണ്. ഇത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ശാഫിഈ മദ്ഹബിലെ ആധികാരികമായ ശബ്ദമാണ് ഇബ്നു ഹജർ തങ്ങളുടേത്. ഷാഫിഈ മദ്ഹബിൽ ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ തർക്കമില്ല. ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ഒരാളൊരു വിഷയത്തിൽ നമ്മോട് മസ്അല ചോദിച്ചാൽ അതിന് ആദ്യം നമ്മൾ അടിസ്ഥാനപ്പെടുത്തുന്നത് ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫയാണ്. ഷാഫി മദ്ഹബ് ഒരാൾ പറയും ഷാഫി ഇമാമിൻ്റെ കിതാബ് നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ മറ്റു ഇമാമിങ്ങളുടെ കിതാബ് നോക്കിയിട്ടല്ല. ഷാഫി മദ്ഹബിൽ ഒരാളൊരു വിഷയം നമ്മോട് ഉന്നയിച്ചാൽ അതിന് തീർപ്പ് കൽപ്പിക്കൽ
ആദ്യം പരിഗണിക്കുക ഇബ്നു ഹജർ തങ്ങൾ എന്ത് പറഞ്ഞു, ഇമാം മുഹമ്മദ് റംലി തങ്ങൾ എന്ത് പറഞ്ഞു. ആ ഇബ്നു ഹജർ തങ്ങളാണ് പ്രമാണങ്ങൾ നിരത്തി വ്യക്തമായി പറയുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി പറയുന്ന മജ്ലിസിൽ, തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസിൽ ഹബീബിന്റെ റൂഹ് അവിടെ ഹാജരാകും. ആ കൂട്ടത്തിൽ ഈ സദസ്സ് അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ നവ്വറല്ലാഹു മർഖദ അവര് ഈ സദസ്സിൽ വന്ന് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ആ സദസ്സ് നമ്മൾ എങ്ങനെ കാണുക? വേണ്ട, സുൽത്താനൊപ്പം ജീവിച്ചിരിക്കുന്ന സുൽത്താനും നമ്മുടെ മജ്ലിസിലുണ്ടെങ്കിൽ നമ്മളെങ്ങനെ കാണും? നമ്മളിങ്ങനെ ഉറങ്ങി തൂങ്ങോ? നമ്മളിങ്ങനെ അലംഭാവത്തിലിരിക്കുമോ? എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഹബീബ് തങ്ങൾ ഹാദിറാകുന്ന ഒരു മജ്ലിസാണ് സ്വലാത്തിന്റെ മജ്ലിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്വം നമുക്ക് നൽകുമാറാവട്ടെ. ഇത് വിശ്വസിക്കണം. അപ്പൊ ചില ആളുകൾക്ക് ചോദിക്കാം, ഈ ലോകത്ത് എത്ര സലാത്തിന്റെ മജ്ലിസുകളുണ്ട്, എത്ര മൗലിദിന്റെ മജ്ലിസുകളുണ്ട്, എത്ര തങ്ങളെ മദ്ഹ് പറയുന്ന സദസ്സുകളുണ്ട്, അവിടൊക്കെ തങ്ങൾ എത്തുമോ? എന്താണ് അതിനൊക്കെ തങ്ങൾക്ക് സാധിക്കുമോ? യഥാർത്ഥത്തിൽ അവർക്ക് ശാസ്ത്രം അറിയാത്തത് കൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ഒരു സൃഷ്ടി പ്രകാശത്തെ പോലെ വേഗത കൂടിയ ഒരു സാധനമല്ല. നമ്മളിപ്പോൾ ഈ കത്തുന്ന ലൈറ്റ് അതിങ്ങനെ കെടാതെ കത്തുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. അതിങ്ങനെ കത്തുന്നു, കെടുന്നു, കത്തുന്നു, കെടുന്നു, അങ്ങനെ. പക്ഷെ അതിൻ്റെ സ്പീഡ് കൊണ്ട് അത് തുടരെ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. ഒരു ഫാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ ശരിക്കും 3 ഇലയുള്ളൂ. പക്ഷെ അത് അതിൻ്റെ സ്പീഡ് കണ്ട് കൂടിയിട്ട് അതൊരു പലക പോലെ നമുക്കിങ്ങനെ തോന്നും. ഇടയ്ക്ക് ഗ്യാപ്പുള്ളത് കാണാൻ കഴിയില്ല, ആണല്ലോ. ഈ ഫാൻ സ്പീഡിൽ കറങ്ങിയാൽ അതിൻ്റെ 3 ഇലകൾക്കിടയിലുള്ള ഗ്യാപ്പ് കാണില്ല. അത് ഒറ്റ പലകയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതേപോലെ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ് നിൽക്കാതെ കത്തുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. അതതിൻ്റെ സ്പീഡ് കൊണ്ടാണ്. പ്രകാശത്തിൻ്റെ സ്പീഡ് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ്. 3 ലക്ഷം കിലോമീറ്റർ. ഓർത്തു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന നമുക്ക് ചെയ്തിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളാണ്. മലക്കിനെ നമുക്ക് കാണാൻ കഴിയാത്തത്, ജിന്നിനെ നമുക്ക് കാണാൻ കഴിയാത്തത്, പിശാചിനെ കാണാൻ കഴിയാത്തത്, പലതിനെയും അല്ലാഹു നമ്മുടെ കണ്ണിനെ തൊട്ട് മറച്ചു വെച്ചതാണ്. ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു നമ്മുടെ കണ്ണിനെ തൊട്ട് മറച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൻ്റെ ചർമ്മങ്ങളുടെ ബാഹ്യഭാഗത്ത് സൃഷ്ടിച്ചിരിക്കുന്ന വൈറസുകളും ബാക്ടീരിയകളും നാം കാണുകയാണെങ്കിൽ, ഒരാഴ്ച മുമ്പല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത്, മനുഷ്യന്റെ മുഖത്തുള്ള വലിയ ജീവികൾ ഈ ചർമ്മത്തിലെ കൊഴുപ്പ് ഭക്ഷിച്ചുകൊണ്ട് മനുഷ്യന്റെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാകുന്ന മുഖത്ത് ചർമ്മങ്ങളിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചില ജീവികളുണ്ട്. എന്തൊരു വികൃതമായ ജീവികളാണ്! അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെയെല്ലാം നമ്മുടെ കണ്ണിനെ തൊട്ട് മറച്ചു വെച്ചതാണ്. മലക്കുകളെ കണ്ണിനെ തൊട്ട് മറച്ചു വെച്ചതാണ്.
അതേ ജിന്നുകളെയും പിശാചുകളെയും ഒക്കെ നമ്മുടെ കണ്ണിനെ തൊട്ട് റബ്ബ് മറച്ചു വെച്ചതാ. അതേ സമയത്ത് മരിക്കുമ്പോൾ ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിത്വാഅക ഫബസറുക യൗമ ഹദീദ്. മരിക്കുന്ന സമയത്ത് ഈ കണ്ണിന്റെ മൂടി അല്ലാഹു നീക്കുന്നതാണ്. അടപ്പങ്ങ് നീക്കിയാൽ മരിക്കുന്ന മനുഷ്യൻ മലക്കിനെ കാണുന്നു, മരിക്കുന്ന മനുഷ്യൻ പിശാചിനെ കാണുന്നു, മനുഷ്യൻ വലതും കാണുന്നു. ഫബസറുകൽ യൗമ ഹദീദ്. മരിക്കുന്ന മനുഷ്യന്റെ കണ്ണിന് അതിഭയങ്കര മൂർച്ചയാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യന് കാണാൻ പറ്റാത്തത് മരണമാസന്നമാകുമ്പോൾ മനുഷ്യൻ കാണുന്നുണ്ട്. ആധുനിക സയൻസ് ശാസ്ത്രജ്ഞന്മാര് പറയുന്നു, മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ 9 സിസ്റ്റങ്ങൾക്കും അതിഭയങ്കരമായ ശക്തി കൂടുകയാ, കേൾവി കൂടുകയാ, കാഴ്ച കൂടുകയാ, വാസന കൂടുകയാ. അന്ന് വരെ കാണാത്തത് കാണാൻ, കേൾക്കാത്തത് കേൾക്കാൻ, ശ്വസിക്കാത്തത് ശ്വസിക്കാൻ ഭയങ്കരമായ ശക്തി അവന്റെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും വർദ്ധിക്കുന്നുണ്ട്. ഓർത്തു നോക്കൂ, മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് 1444 കിലോമീറ്റർ അകലെയുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് തങ്ങൾ പോയല്ലോ. രാത്രിയിൽ പോയില്ലേ? അല്ലാഹുവിന്റെ റസൂലിന് പോകാൻ വേണ്ടി പടച്ച റബ്ബ് സംവിധാനിച്ച വാഹനം ബുറാഖ് എന്ന വാഹനമാണ്. മക്കയിൽ നിന്ന് രാത്രിയിൽ കുറഞ്ഞ സമയം കൊണ്ട് മസ്ജിദുൽ ഹറാം മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയത് ബുറാഖ് എന്ന വാഹനത്തിലാണ്. മാക്സിമം അകലെയുള്ളത് 1444 കിലോമീറ്റർ ആണ്. അതേ സമയത്ത് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശം വരെ തങ്ങൾ പോയിട്ടുണ്ട്. 7 ആകാശങ്ങൾക്കപ്പുറം കുർസി എന്ന് പറയുന്ന ഗോളത്തിൽ പോയിട്ടുണ്ട്. കുർസി എന്ന ഗോളത്തിനപ്പുറം അർശ് എന്ന ഗോളത്തിൽ പോയിട്ടുണ്ട്. അതിനപ്പുറത്തും പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ആധുനിക ശാസ്ത്രം 6000 പ്രകാശവർഷങ്ങൾ സഞ്ചരിച്ചിട്ടും 1-ാം ആകാശം കണ്ടെത്തിയിട്ടില്ല. പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം യാത്ര ചെയ്യുമ്പോൾ 1 വർഷം കൊണ്ട് എത്ര ദൂരത്തേക്ക് പ്രകാശമെത്തുമോ അങ്ങനത്തെ 6000 പ്രകാശവർഷങ്ങൾ യാത്ര പോയിട്ടും ആകാശം കണ്ടെത്തിയിട്ടില്ല. 1-ാം ആകാശം തന്നെ, 1-ാം ആകാശത്തിന്റെ കട്ടി 500 കൊല്ലത്തെ വൈദൂരമാ. അത് കഴിഞ്ഞിട്ട് 2-ാം ആകാശം, അത് കഴിഞ്ഞിട്ട് 3-ാം ആകാശം, ഇങ്ങനെ 7 ആകാശങ്ങളും അപ്പുറം അർശും കുർസും ഇവിടെയെല്ലാം തങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ബുറാഖ് എന്ന വാഹനം ഉപയോഗിച്ചത് ബൈത്തുൽ മുഖദ്ദസ് വരേക്കുമാ. അവിടുന്ന് അങ്ങോട്ടുള്ള ആകാശ ആരോഹണത്തിൽ ഒരു പേടകം ഉപയോഗിച്ചിട്ടില്ല. ബുറാഖ് കൊണ്ടുപോയിട്ടില്ല. ഒരു വാഹനവും തങ്ങൾ ഉപയോഗിച്ചതായി ഹദീസുകളിലില്ല. പിന്നെ എങ്ങനെയാണ് തങ്ങൾ ഇത്ര ദൂരം യാത്ര ചെയ്തത്? നമുക്കറിയാം, മഹാനായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയുന്നത് കാണാം.
മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കയിൽ നിന്ന് ജെറൂസലമിലെ ബൈത്തുൽ മുഖദ്ദസിലെത്താൻ ബുറാഖ് സംവിധാനിച്ചത് തങ്ങൾക്ക് സ്പീഡ് കൂടാനല്ല, തങ്ങളെ സ്പീഡ് നിയന്ത്രിക്കാനാ. തങ്ങളുടേതായ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്റർ ഓടുമെങ്കിൽ ഇടയ്ക്കുള്ള സ്ഥലം കാണാനൊക്കുമോ? മക്കയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂല് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുമ്പോ ഈന്തപ്പനത്തോട്ടങ്ങളും കൽച്ചീളുകളും നിറഞ്ഞു നിൽക്കുന്ന മദീന കണ്ടിട്ടുണ്ട്, മദീനയിൽ ഇറങ്ങിയിട്ടുണ്ട്, പ്രത്യേകം പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് തൂരി സീനാ മലയിൽ പോയിട്ടുണ്ട്. ആ മലയിലും ബഹുമാനപ്പെട്ട മുത്തുനബി ഇറങ്ങിയിട്ടുണ്ട്. മൂസാ നബിക്ക് തൗറാത്ത് ഇറക്കി കൊടുത്ത മണ്ണിൽ കാലുകുത്തി അവിടുന്ന് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. നീണ്ട ശ്വാസം വലിച്ചുകൊണ്ട് നിൽക്കുന്ന മദിയൻ പ്രവിശ്യയിലെ യമനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാട് കണ്ടിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. ജെറൂസലമിൽ കാലിത്തൊഴുത്തിൽ പ്രസവിക്കപ്പെട്ടിട്ടുള്ള ഉണ്ണിയേശു എന്ന് പറയുന്ന ഈസാ നബിയെ പ്രസവിക്കപ്പെട്ട സ്ഥലത്തും മുത്തുനബി ഇറങ്ങിയിട്ടുണ്ട്. തങ്ങളുടേതായ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ഇതൊന്നും കാണൂല. 1 സെക്കൻഡ് കൊണ്ട് അത്രയും അകലങ്ങളിലേക്ക് താണ്ടുന്ന നബി ഈ സ്ഥലങ്ങളൊക്കെ കാണുമോ? അതുകൊണ്ട് തങ്ങളെ സ്പീഡൊന്ന് കുറക്കാനാ ബുറാഖ് എന്ന വാഹനം സംവിധാനിച്ചത്. അവിടുന്ന് അങ്ങോട്ട് ഇത്രയും പ്രകാശവർഷങ്ങൾക്കപ്പുറത്തേക്ക് പോകാൻ തങ്ങൾക്ക് നിമിഷ നേരം മതി. അല്ലാ, ഞാനും നിങ്ങളുമൊക്കെ വിശ്വസിക്കുന്നത് എന്താണ്? ലോകത്തെവിടെ ആര് മരിച്ചാലും, മനുഷ്യൻ മരിച്ചാലും, ജിന്ന് മരിച്ചാലും, ഏത് മൃഗങ്ങൾ മരിച്ചാലും അതിൻ്റെ ഒക്കെ ആത്മാവിനെ പിടിക്കുന്ന ഇസ്രായേലാണ്. ഈ ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടെ മറ്റ് മൃഗങ്ങളുടെ ആത്മാവിനെ പിടിക്കാൻ അസ്രായീലിന് എങ്ങനെയാണ് സാധിക്കുന്നത്? അസ്രായീൽ ഒരു വ്യക്തിയല്ലേ, അതോ ഒരു സംഘമാണോ? ജെഎൻയുവിലെ വിദ്യാർത്ഥിയുടെ സംശയത്തിന് മറുപടി പറഞ്ഞില്ലേ സയൻസ്? അല്ലാ, ഈ ഭൂമി എങ്ങനെ കറങ്ങിയാലും, ഏത് രൂപത്തിൽ ക്രോസ് ചെയ്താലും ഈ ഭൂമി എല്ലാ സ്ഥലത്തും ഒന്ന് കറങ്ങാൻ 96,000 കിലോമീറ്ററേ വേണ്ടതുള്ളൂ. അതേ സമയത്ത് അസ്രായീലിന് 96,000 കിലോമീറ്റർ വിട്ടുകടക്കാൻ, ഇത്രയും സ്ഥലങ്ങളിലെത്താൻ സയൻസ് പറയുന്നതനുസരിച്ച് 1 സെക്കൻഡ് വേണ്ട, 1/2 സെക്കൻഡ് വേണ്ട, 1 സെക്കൻഡിന്റെ 1/3 അംശം പോലും തികച്ച് വേണ്ട. ഇതാണ് അസ്രായീലിന്റെ സ്പീഡെങ്കിൽ ഈ അസ്രായീലിനേക്കാൾ അല്ലാഹുവിന്റെ അടിസ്ഥാനമുള്ള മലക്കാണ് മഹാനായ ജിബ്രീൽ. ആ ജിബ്രീലിന് പോലും പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പ്രവേശനം ലഭിച്ച നേതാവാണ് റസൂലുള്ളാഹ്. അതുകൊണ്ട് എല്ലാ മജ്‌ലിസിലും മുത്തുനബിക്ക് എത്താൻ എന്തിനേറെ പറയണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളോട് എല്ലാ മനുഷ്യന്റെ ഖബറിലും മുത്തുനബി വരുന്നുണ്ടല്ലോ, ഹബീബ് വരുമല്ലോ. ഖബർ വെച്ചുകൊണ്ട് മുത്തുനബിയെ നമുക്ക് തിരിച്ചറിയണമല്ലോ.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൽ വരുമ്പോ സഹീഹുൽ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, എത്ര സ്ഥലത്ത് ഈ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുത്തുനബി പറയുന്നു, മാ തഖൂലു ഫീ ഹാദർ റജുലി, ഈ മനുഷ്യനെ കുറിച്ച് നിന്റെ വിശ്വാസം എന്താണ്? ഈ മനുഷ്യനാരാ എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ചൂണ്ടിക്കാണിച്ച് ഓരോ മനുഷ്യനോടും ഖബറിൽ വെച്ച് ചോദിക്കുമ്പോൾ അമ്മൽ മുഅ്മിനു അബിൽ മൂഖിനു, ശരിക്ക് നബിയെ വിശ്വസിച്ചുറപ്പിച്ച ആളുകൾ പറയും ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് ജഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ. ഇത് അല്ലാഹുവിന്റെ റസൂലാണ്.